മഴക്കാലത്ത് ഇടുക്കിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വളവ് തിരിഞ്ഞങ്ങ് പോകുമ്പോൾ 1 കിലോമീറ്റർ പോലും പിന്നിടുന്നതിന് മുമ്പേ കുറഞ്ഞത് ഒരു വെള്ളച്ചാട്ടമെങ്കിലും മൺസൂണിലെ ഇടുക്കി യാത്രയിൽ മുന്നിലെത്തും. അത്രയ്ക്ക് മനോഹരമാണ് മൺസൂൺ കാലത്ത് ഇടുക്കിയിലെ ഓരോ കാഴ്ചകളും. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് സഞ്ചാരികളുടെ മുന്നിലെത്തിയ വെള്ളച്ചാട്ടം ഒരെണ്ണം ഇടുക്കിയിലുണ്ട്. ആ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് പുന്നയാർ വെള്ളച്ചാട്ടം. മഴയിലെയും തണുപ്പിലെയും സ്ഥിരം സഞ്ചാര കേന്ദ്രമായി പുന്നയാർ വെള്ളച്ചാട്ടം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ടൂറിസത്തിലെ പുതിയ താരമായി മാറിയ പുന്നയാർ വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. ഈ കാണുന്നതാണ് പുന്നയാർ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഈ ഒരു മനോഹരമായ വെള്ളച്ചാട്ടം നിങ്ങൾ കാണാൻ വരികയാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ പുന്നയാർ ബ്രിഡ്ജ് എന്നിടണം. പുന്നയാർ വാട്ടർഫോൾസ് എന്നിട്ട് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് നിങ്ങളെ വഴിതെറ്റിക്കും. അപ്പോൾ പുന്നയാർ ബ്രിഡ്ജ് എന്നിടുക, കറക്റ്റ് ഗൂഗിൾ മാപ്പ് നിങ്ങളെ ഈ ലൊക്കേഷൻ്റെ അടുത്ത് വരെ എത്തിക്കും. അപ്പോൾ എൻ്റെ ഈ സൈഡിൽ കാണുന്ന ഭാഗത്ത് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നമ്മൾ കാൽനടയായിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുകളിൽ നിന്നാണ് ഇങ്ങനെ പുന്നയാർ വെള്ളച്ചാട്ടം ഒഴുകി വരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും, ഒരു മുകളിൽ നിന്ന് വരുന്ന ഭാഗത്തിന് ഒരു ശാന്തമായ ഒരു ഭാവമാണ്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ ഇച്ചിരി രൗദ്രം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്നാലും ഇതാണ് പുന്നയാർ ബ്രിഡ്ജ്. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം മുന്നോട്ട് പോവുകയാണ് മനോഹരമായ ആ വെള്ളച്ചാട്ടം കാണാൻ. മനോഹരമായ ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഞാൻ മുന്നോട്ട് നടന്നു. മുന്നോട്ട് ചെല്ലുമ്പോഴാണ് 2 വഴികൾ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടി റൈറ്റിലേക്ക് തന്നെ നടന്നു തുടങ്ങി. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് ചെല്ലുമ്പോഴാണ് റൈറ്റ് സൈഡിലായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം എൻ്റെ മുന്നിൽ കണ്ടത്. അതാണ് പുന്നയാർ വെള്ളച്ചാട്ടത്തിൻ്റെ ആദ്യത്തെ ചിത്രമെന്ന് പറയുന്നത്. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ മനോഹരമായി വെള്ള നിറത്തിൽ താഴേക്ക് പതിക്കുന്ന പുന്നയാർ വെള്ളച്ചാട്ടം, അത് മനോഹരമായി ഒരു കാഴ്ചയാണ്. പിന്നീട് ആ മനോഹര ദൃശ്യം കൂടുതൽ അടുത്ത് കാണാൻ വേണ്ടി ഞാൻ മുന്നോട്ട് നടന്നു. ഏനവും ചുവന്ന പൂമരങ്ങളും തൊട്ടുതലോടുന്ന കുത്തിറക്കമുള്ള ചെറിയൊരു വഴി. യാത്രയിൽ പിന്നിലായി പോയ നദി എനിക്കൊപ്പമെത്താൻ തിടുക്കപ്പെട്ട് അകലെ നിന്ന് അതിവേഗം ഒഴുകിയെത്തുന്നത് കാണാമായിരുന്നു. റബ്ബർ കാടും പിന്നീട്ട് നേരെ എത്തിയത് ആ മനോഹരമായ ദൃശ്യത്തിലേക്കായിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ഏതൊരാളുടെ മനസ്സിൽ മഴ പെയ്യിക്കുന്ന ഒരു സുന്ദര ദൃശ്യം. അകലെ നിന്ന് ആർത്തലച്ചെത്തുന്ന നദി 70 അടി മുകളിൽ നിന്ന് വെള്ളി വിതാനമായി താഴെ പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ചിന്നിച്ചിതറുന്ന ഒരു മനോഹരമായ ദൃശ്യം. അവിടെ നിന്ന് കരയെ തഴുകി വീണ്ടും യാത്ര തുടരുകയാണ്. മുകളിലുള്ള കൂറ്റൻ പാറ വെള്ളച്ചാട്ടത്തിന്റെ ഒഴുക്കിനെ 2ആയി തിരിച്ചാണ് താഴേക്ക് എത്തുന്നത്. ഇതാണ് കാടിനുള്ളിൽ ഇടുക്കി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മനോഹരമായ പുന്നയാർ വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യമെന്ന് പറയുന്നത്. കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് പുന്നയാർ വെള്ളച്ചാട്ടം. കൂടുതൽ കാഴ്ച കാണണമെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അവിടെ നിന്ന് വേണം വീണ്ടും വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് എത്തുവാൻ. അതിനെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം മഴക്കാലമായതുകൊണ്ടും മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ വേഗത എത്രമാത്രം ഉണ്ട് എന്നറിയാൻ സാധിക്കാത്തത് കൊണ്ടും ആ ഒരു കാര്യത്തെ മാത്രം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് കരയിൽ നിന്ന് കാണുന്നതാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. ചിന്നിച്ചിതർന്ന ജലഗണങ്ങൾ ശരീരത്തെ മാത്രമല്ല മനസ്സിനെ കൂടി മൂടിക്കളഞ്ഞു. മുഖത്തേക്ക് കുളിരായി പെയ്തിറങ്ങിയ തുള്ളികൾ മനസ്സിനെയും അലിയിച്ചു കളഞ്ഞു. കാരണം അത്രയ്ക്ക് മനോഹരമാണ് പുന്നയാർ വെള്ളച്ചാട്ടത്തിന്റെ ചില കാഴ്ചകൾ എന്ന് പറയുന്നത്. സുരക്ഷ കണക്കിൽ എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ഒത്തിരി അകത്തേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ കാല് തെറ്റി അതിനകത്തേക്ക് വീണ് കഴിഞ്ഞാലൊന്നും പെട്ടെന്നൊന്നും ഇവിടെ ആർക്കും എത്താൻ സാധിക്കത്തില്ല. കാരണം ഈ വന്ന വഴികളൊക്കെ നിങ്ങൾ കണ്ടതാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് കരയിൽ നിന്ന് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച
മതിയാകുവോളം നിന്ന് ആസ്വദിക്കുക, എന്നിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോവുക. അതാണ് ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത്. മഴക്കാലത്താണ് പുന്നയാർ വെള്ളച്ചാട്ടം അതിൻ്റെ ഏറ്റവും ഭംഗിയിലെത്തുന്നത്. പച്ചപ്പ് നിറഞ്ഞ പശ്ചാത്തലവും ഗ്രാമീണ വഴികളിലൂടെയുള്ള സഞ്ചാരവും പാറക്കെട്ടുകളും വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്ന കാഴ്ചകളും വെള്ളച്ചാട്ടത്തിൻ്റെ ദൂരെ നിന്നുള്ള ശബ്ദവും ഒക്കെ ചേരുമ്പോഴാണ് പുന്നയാർ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. ഈ ഒരു മനോഹര ദൃശ്യം കാണണമെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് തന്നെ വേണം ഇവിടെ എത്തുവാൻ. അത്രയ്ക്ക് മനോഹരമാണ് ഓരോ ഫ്രെയിമിലും തെളിയുന്ന പുന്നയാർ വെള്ളച്ചാട്ടം. മഴക്കാലത്താണ് പുന്നയാർ വെള്ളച്ചാട്ടം സന്ദർശിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസമാണ് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്. കാരണം പുന്നയാർ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി മുഴുവൻ ആസ്വദിക്കണമെങ്കിൽ മഴക്കാലത്ത് തന്നെ വരണം. ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ എത്തുവാൻ വേണ്ടിയിട്ട് തൊടുപുഴയിൽ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ ഏകദേശം 40 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. വണ്ണപ്പുറം, വെൺമണി, കഞ്ഞിക്കുഴി, വട്ടോൻപാറ അവിടെ എത്തിയിട്ട് നേരെ പുന്നയാർ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ കാറ് അല്ലെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ വരുന്നവരാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ പുന്നയാർ ബ്രിഡ്ജ് എന്ന് തന്നെ ഇടണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഈ പാലത്തിന്റെ അടുത്ത് നമ്മുടെ കാർ എത്തിക്കും. അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും. പുന്നയാർ വാട്ടർഫാൾസ് ഇട്ട് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് എന്നെ കറക്കിയതുപോലെ ഏകദേശം ഒരു 1.5 മണിക്കൂർ അതിലും എല്ലാം കറക്കും. അതുകൊണ്ട് പുന്നയാർ ബ്രിഡ്ജ് എന്ന് തന്നെ ഇടുക, അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇടുക്കിക്കാരുടെ ആതിരപ്പള്ളി എന്നറിയപ്പെടുന്ന പുന്നയാർ വെള്ളച്ചാട്ടത്തിന്റെ ഈ ഒരു ദൃശ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പുന്നയാർ വെള്ളച്ചാട്ടത്തിന്റെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും മതി വരികയില്ല. കാരണം അത്രയ്ക്ക് മനോഹരമാണ് മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. മഴക്കാലമായതുകൊണ്ട് ഈ ഒരു വെള്ളച്ചാട്ടം നിങ്ങൾ കാണാനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചു വേണം പോകുവാനായിട്ട്. സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് സ്വയം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകുവാനായിട്ട്. വഴികളൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു വേണം ഈ ഒരു വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തുവാനായിട്ട്. മാക്സിമം വെള്ളച്ചാട്ടത്തിൽ ഒന്നും ഇറങ്ങാതെ കരയിൽ നിന്നുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പുന്നയാർ വെള്ളച്ചാട്ടത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നു. നമ്മുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.